നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ടെമ്പറൻസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ടെമ്പറൻസ് കാർഡ് വരാറുണ്ട്. കാരണം നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ല എന്നുള്ളതാണ് ഈ ഒരു കാർഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ട് ഈ ഒരു ഏഞ്ചൽ മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ല. നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ല എന്നുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളാണ് ഇപ്പോൾ ഈ പേഴ്സൺ പോയതിന് ശേഷം ഏറ്റവും കൂടുതൽ തകർച്ചയിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ തകർച്ചയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഇമോഷൻസ് ബാലൻസ്ഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് അവർ ഈ ഒരു നിങ്ങളിപ്പോൾ തകർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻ എന്ന് പറയുമ്പോൾ അത് ബാലൻസ്ഡ് ആണ്. അവർക്ക് ഏത് സിറ്റുവേഷനെയും നേരിടാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അവരിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് അവർ പോയാലും അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഇമോഷൻസിന്റെ ഇംബാലൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏഞ്ചൽസിന്റെ മെസ്സേജസ് ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസിന്റെ ബാലൻസിലോട്ട് വരണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആവുകയും മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ അത്രയും ഇമോഷണൽ കണക്ഷൻസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയി മാറുന്നത്? അങ്ങനെ ആവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. രണ്ടുപേർക്കും ഒരുപോലെ ഒരു തീവ്രമായിട്ടുള്ള സ്നേഹം രണ്ടുപേർക്ക് ഒരുപോലെ തോന്നുമ്പോഴാണ് അതൊരു നോർമൽ വേയിൽ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഒരാൾ അതിൽ സഫർ ചെയ്യുകയും ഒരാൾ അവരുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കാണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങളുമായിട്ടൊരു ഹെൽത്തി ഫാമിലി അല്ലെങ്കിൽ ഒരു അബാൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് വെൽത്ത് ഉള്ള ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഹാപ്പി ആയിട്ട് നല്ലൊരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. 10 ഓഫ് കപ്സ് ഇതും ഫാമിലി റിലേഷൻഷിപ്പ് തന്നെയാണ് കാണിക്കുന്നത്. ഒരു ഫാമിലി കാർഡാണിത്. ഇവിടെ കണ്ടോ, ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ട് ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. അവിടെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം ആ ഒരു ഫാമിലി എന്നുള്ള അങ്ങനെ ഒരു നല്ല സന്തോഷവും സമൃദ്ധിയും ഒക്കെയുള്ള ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ 8 ഓഫ് വാൺസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ, നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജിന്റെ കാർഡാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നീതിന്യായം നടപ്പാക്കും, ഒരു ന്യായം നിങ്ങൾക്ക് നടപ്പിലാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ന്യായം അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. 7 ഓഫ് സോർഡ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. അവർ പഴയ കാര്യങ്ങളിലോട്ട് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ അവർ ഒന്ന് ഓർക്കുന്നുണ്ട്, ആ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പണ്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓർക്കുന്നു. പഴയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തകൾ അവർക്ക് വരുന്നു എന്നുള്ളതാണ്.
ദ മൂൺ കാർഡാണ്. അവരിപ്പോൾ ഇമോഷണലി കുറച്ച് വീക്കാണ്. അങ്ങനെ അവർ ഇമോഷണലി കുറച്ച് വീക്ക് ആകുമ്പോഴാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റുക. ഇല്ലെങ്കിൽ അവർ കുറച്ചുകൂടി അവരുടെ പ്രാക്ടിക്കലായിട്ട് അവർ നിൽക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. അവരിപ്പോൾ കുറച്ച് ഒരു ഇമോഷണലി വീക്കായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്ങിലാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത്. ദ ഹെയർഫൻ്റ് ആണ്. അതൊരു മാരേജ് കാർഡാണ്. ഇവിടെ നമുക്ക് മുൻപ് 2 ഫാമിലി കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാർഡ്സ് ആണ് കേട്ടോ. ഈ 10 ഓഫ് കപ്സും 10 ഓഫ് പെൻറ്റിക്കിൾസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ മെജോറിറ്റി ആളുകൾക്കും ഇതൊരു ഫാമിലി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഇതൊരു മാരേജിലോട്ട് കൊണ്ടുപോകുന്ന അതിനൊക്കെ പറ്റുന്നൊരു റിലേഷൻഷിപ്പാണ്. ഈ പേഴ്സൺ തിരിച്ച് വന്നാൽ നിങ്ങൾക്കൊരു ലൈഫിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ചൊരു ലൈഫ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ എംപറർ കാർഡാണ്. എംപറർ കാർഡ് കാണിക്കുന്നത് ഇവർ ഈഗോ പിടിച്ച് നിൽക്കുവാണ് എന്നുള്ളതാണ്. ഇവർ ഭയങ്കരമായിട്ട് ഈഗോ ഉള്ള പേഴ്സൺ ആണ്. അങ്ങനെയുള്ള ഒരു പേഴ്സൺ ഇതുപോലെ നിങ്ങളെ തിരിച്ച് മെസ്സേജ് ചെയ്യാനും കോൺടാക്ട് ചെയ്യാനും ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അത്രയും തീവ്രമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ടായതുകൊണ്ടാണ് അവർ മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവർ ഒരുപാട് പിടിച്ചു നിൽക്കും. കാരണം ഇവർക്ക് ഇമോഷണലി അങ്ങനെ വീക്ക് ആവുന്ന ഒരു പേഴ്സൺ അല്ല. പക്ഷെ ആ ഒരു പേഴ്സൺ പോലും ഇപ്പോൾ ഇമോഷണലി കുറച്ച് വീക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഓക്കെ, 3 ഓഫ് കപ്സ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ്, ഒരു ഹാപ്പിനെസ് വരുന്നു എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് വരുന്നു. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമല്ലോ. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ വരുന്നു. നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇത് അവരുടെ കയ്യിൽ തന്നെ വേണം, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം. ഇതൊരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു അവർ ഇത്രയും കോൺഷ്യസ് ആയിട്ടാണ് ഈ ഒരു പെന്റിക്കിൾസിന് പിടിച്ചിട്ടുള്ള ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതുപോലെ തന്നെ അവർ അത്രയും കെയർഫുൾ ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്. അവരിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അവർ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം, എന്നിട്ട് ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം, ഒരു ഫാമിലി ലൈഫിലോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ഇല്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇല്യൂഷനാണ്. ഈ കാർഡ് എപ്പോഴും വരാറുണ്ട് കേട്ടോ, ഈ ഒരു ഇല്യൂഷൻ എന്നുള്ള കാർഡ്. അത് മീൻ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമല്ല. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സ്ട്രെങ്ത്നെസ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഓപ്പണിംഗ് അപ്പ് എന്നാണ്. അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ്. അതായത് ഈ റിലേഷൻഷിപ്പിൽ അവരിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവർ വരില്ല എന്നുള്ളൊരു പേടിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. വാണ്ടിങ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണം, നിങ്ങളുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. ലേണിംഗ് എന്നാണ്. നിങ്ങളിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതൊക്കെ അവർ നിങ്ങളിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്കുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ വേണ്ടി പറ്റി. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത്. സോറി എന്നാണ് പറയുന്നത്.
നിങ്ങളോട് അവർ സോറി പറയുവാണ്. അവർ ഇത്രയും കാലം നിങ്ങളെ വിഷമിപ്പിച്ചതിന്, നിങ്ങളിൽ നിന്ന് മാറി നിന്നതിനെല്ലാം സോറി പറയുവാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ സോറി പറഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. കാരണം ഈ കാർഡ്സ് ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇനി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ സോറി പറഞ്ഞ് വരും എന്നുള്ളതാണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവില്ല കേട്ടോ. കാരണം അത് ആദ്യം പറയാം, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. അല്ലാതെ നിങ്ങൾ എപ്പോഴും വരുന്നുണ്ടോ വരുമോ എന്നുള്ള ചിന്തയിൽ നിന്നാൽ വരില്ല. നിങ്ങളുടെ എനർജി നിങ്ങൾ കൊടുത്താൽ വരില്ല. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുക. ആ സമയത്ത് മാത്രമേ അവർ വരുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നും ആർക്കും ശ്രദ്ധിക്കാൻ, അവനവനിൽ മാറ്റം വരുത്താൻ ആർക്കും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതൊന്നും അവർക്ക് പറ്റില്ല. ഈസി ആയിട്ട് ഈ പേഴ്സൺ ഇവർ വിചാരിക്കുന്ന സമയത്ത് വല്ല മന്ത്രവും ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ മായാവി പെട്ടെന്ന് ഓടി വരുമല്ലോ. പെട്ടെന്ന് മായാവി എന്ന് കുട്ടികൾ വിളിച്ചാൽ മായാവി ഓടി വരും. അങ്ങനെ നിങ്ങൾ ചിത്രകഥകളൊക്കെ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അങ്ങനെ ഓഹ്രി കുട്ടിച്ചാത്ത എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഓടി വരണം. അതാണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെ എങ്ങനെ നടക്കുക? നിങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കാതെ ഇങ്ങനെ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ എന്നിലേക്ക് വരണം, ഈ റീഡിങ് കണ്ട ഉടനെ വരണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കൂടി ഒന്ന് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ്. അതായത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അബാൻഡൻസ് എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അബാൻഡൻസ് വരുന്നു, നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നു, നിങ്ങളുടെ ലൈഫിൽ അബാൻഡൻസ് വരുന്നു, നിങ്ങൾ സമൃദ്ധിയിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ്. നിങ്ങൾ പുതിയൊരു വഴി തിരഞ്ഞെടുക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ ഇതുവരെ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ മാറുക, ഒരു ന്യൂ ഡയറക്ഷനിലോട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ലുക്ക് ഫോർ എ സൈൻ എന്നാണ്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നു എന്നുള്ള സൈൻസ്, അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഏഞ്ചൽ മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കുക, നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിന്റെ സൈൻസ് ആണ് അതൊക്കെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എഫ്, letter U, letter M, letter A, 1996, തൃക്കേട്ട, സെപ്റ്റംബർ 1999, അശ്വതി, letter C, letter D, 1997, 1992, രോഹിണി, 1993, 1985, letter R, ലെറ്റർ വി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.